ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ ഒരു അത്ഭുത ലോകം തേടിയുള്ള യാത്രയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ആ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു അത്ഭുത ലോകം തന്നെയാണ് എന്ന്. ഞാൻ അത്ഭുത ലോകം എന്ന് വിശേഷിപ്പിച്ചത് അത്ഭുതങ്ങളുടെ ലോകമല്ല കേട്ടോ, അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ ഞാനവിടെ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ബീച്ചേ കണ്ടാബ് ബീച്ചാണ് കേട്ടോ, നമ്മളെ മസ്കറ്റിലെ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാതെ അടിപൊളി, എന്താ പറയേണ്ടത്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ ആ ഒരു ഭംഗി അറിയൂ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ഞാനവിടെ കണ്ടപ്പോൾ ആസ്വദിച്ചത്. എൻ്റെ കണ്ണുകളെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല, അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു കാഴ്ച. നമ്മൾ കണ്ടാവ് ബീച്ച് കാണാൻ പോയത് വർക്കിംഗ് ഡേ അല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നേ. ഈ ബീച്ചിൽ കരയിലുണ്ടല്ലോ, മൺതരികളേക്കാൾ കൂടുതൽ ഒരുപാട് കല്ലുകളാണ് കേട്ടോ, ഉരുണ്ട കല്ലുകൾ. അതായത് നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി കല്ലുകൾ. പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കാര്യത്തിലോട്ട് വന്നില്ല കേട്ടോ. അപ്പം നമ്മളിതാ അവിടെ നിന്നൊരു ബോട്ട് യാത്ര കൂടെ ആരംഭിക്കുകയാണേ. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഞാനവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിമനോഹരം എന്നൊക്കെ പറയാമല്ലോ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഓരോ കാഴ്ചകളും. പിന്നൊരു വലിയൊരു കാര്യം കേട്ടോ, നമ്മൾ എപ്പോഴും യാത്രകൾ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളെ മനസ്സ് പീസ്ഫുൾ ആയിരിക്കണം അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് ചുറ്റും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അതേ പോസിറ്റീവ് വൈബുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും എല്ലാവരും ആ ഒരു വൈബാണെങ്കിൽ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഹാപ്പിയായിരുന്നു. പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഒരുപാട് ദൂരെ എത്തിയില്ലേ. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു കാഴ്ച നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മനോഹരമായിട്ട് തോന്നില്ലേ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ.